students, welcome to physics class. Today we are going to start our second chapter. Second chapter, motion, about motion. The chapter is deals with motion. Motion കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൂവ്മെൻറ്റ്സ് എന്നുള്ള ഒരു വേർഡുമായി റിലേറ്റ് ചെയ്തിട്ടാണ് മോഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് നമുക്ക് എങ്ങനെ പറയാം? ഒബ്ജക്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടൈമിനനുസരിച്ച് അതിന് പൊസിഷൻ ചേഞ്ച് വരുമ്പോഴാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്കൊരു എ പറഞ്ഞൊരു ഒബ്ജക്റ്റ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ചാണ് ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ടൈം അപ്പോൾ നമ്മളൊരു 10 o'clock നമ്മൾ വെച്ച് നോക്കിയ സമയത്ത് ഒബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് ഈ ഒരു പൊസിഷനുള്ളത്. നമ്മളൊരു 1 hour കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു എ പറഞ്ഞൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എ പറഞ്ഞൊരു ആള് എ എന്ന് പറഞ്ഞ പൊസിഷൻ തന്നെയാണെങ്കിൽ അയാൾക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അയാൾ നമ്മൾ 10 o'clock നമ്മൾ നോക്കിയ സമയത്തും എ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. 1 hour കഴിഞ്ഞിട്ട് 11 o'clock നമ്മൾ നോക്കുന്ന സമയത്തും അയാൾ എ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തില്ല, അയാൾക്ക് മോഷൻ സംഭവിച്ചില്ല, മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇനി എ എന്ന് പറഞ്ഞ ആൾ നമ്മൾ 10 o'clock നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലും 1 hour കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലും ആണെങ്കിൽ നമുക്ക് പറയാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്രത്തോളം ദൂരം ഇത്രത്തോളം ഡിസ്റ്റൻസ് ഒരു ദൂരം അവർ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തി എന്ന് പറയാം. അതായത് എന്ത് ചെയ്യുക, അവരൊരു മൂവ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു മോഷൻ നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള റിലേറ്റീവ് മോഷൻ, അതായത് മോഷൻ നമ്മളെപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളൊരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് കൺസിഡർ ചെയ്യാം. ഈ ബസ്സിൽ ധാരാളം പാസഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ രണ്ട് എ എന്ന് പറഞ്ഞ ഒരു പാസഞ്ചറും ബി എന്ന് പറഞ്ഞ ഒരു പാസഞ്ചറിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ബസ് എന്താണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയും ബിയും എന്താണ് ബസ്സിൽ ഇൻസൈഡുള്ള രണ്ട് ആളുകളാണ്. സോ എനോട് നമ്മൾ ബി ട്രാവൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബിക്ക് മോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എയുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ബി എന്താണ്, എ നോക്കുന്ന സമയത്ത് എല്ലാം ബി ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബി എന്ത് ചെയ്യുന്നില്ല, ട്രാവൽ ചെയ്യുന്നില്ല. അതായത് ബിക്ക് ഒരു മോഷൻ സംഭവിക്കുന്നില്ല. മോഷൻ സംഭവിക്കുക പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു മോഷൻ അവിടെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ബി എന്ന് പറഞ്ഞ ആ ഒരു ആൾ ഒരു സീറ്റിലിരിക്കുകയാണെങ്കിൽ ആ എ നോക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും എന്താണ്, അയാൾ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് അവിടെ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് ആയിരിക്കും എ പറയുന്നത്. നമ്മൾ ഈ ബസ്സിന് ഔട്ട്സൈഡുള്ള ഒരാളോട്, ഒരു വ്യക്തിയോട് നമ്മൾ ഇവരുടെ മൂവ്മെൻറ്റ്സ്, ബിയുടെ മൂവ്മെൻറ്റ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ബസ്സിന് ഔട്ട്സൈഡുള്ള ഒരാൾക്ക് എന്താണ്, എയും ബിയും ബസ്സിനോടൊപ്പം ബസ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് പേഴ്സൺസാണ്. സോ അപ്പോൾ ഈ ബസ്സിന് ഔട്ട്സൈഡുള്ള ഒരാൾ എന്തായിരിക്കും, ബി മൂവ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും അദ്ദേഹത്തിന് മറുപടി എന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ എ വിത്ത് റെസ്പെക്ട് ബസ്സിനെ ബേസ് ചെയ്തിട്ടാണ്, ബസ്സിന് ഇൻസൈഡുള്ള ഒരാളാണ്. അവരെന്താ എ പറയുന്ന സമയത്ത് ബി എന്താണ്, ബിക്ക് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷെ ബസ്സിന് ഔട്ട്സൈഡുള്ള ഒരാൾ പറയുന്ന സമയത്ത് ബി എന്താണ്, ബിക്ക് അവിടെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സോ എ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ബസ്സിനെ ബേസ് ചെയ്തിട്ടാണ് എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ പറഞ്ഞത്. പക്ഷെ ബസ്സിന് ഔട്ട്സൈഡുള്ള ആൾ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് റോഡിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ്, റോഡിനനുസരിച്ചാണ് അദ്ദേഹം ബി മൂവ്മെൻറ്റിലാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്കിതിൽ ഒരു ഫീൽഡ്, ഒരു അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ക്രൗ എന്ന സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിങ് ഇൻ എ ഫീൽഡ്. ഒരു പാടത്ത് പുല്ല് മേയുകൊണ്ടിരിക്കുന്ന ഒരു പശുവിൻ്റെ പുറത്ത് ഇരിക്കുന്ന ഒരു ക്രൗ ഉണ്ട്. ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ക്രൗ എന്താണ്, അത് റെസ്റ്റിലാണ്. മൂവ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റെസ്റ്റിലാണ്. ആ പശുവിൻ്റെ പുറത്താണ് അത് ഇരിക്കുന്നത്, ക്രൗ ഇരിക്കുന്നത്. സോ പശുവിന് വിത്ത് റെസ്പെക്ട് ടു കൗ എന്ന ഒരു ക്രോ എന്ന് പറയുന്നത് അത് റെസ്റ്റിലാണ്. പക്ഷേ
ആ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാവും. ഗ്രൗണ്ടിനെ ബേസ് കൗ എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൗവിൻ്റെ പുറത്തിരിക്കുന്ന ക്രൗം എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ആ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കൗവിൻ്റെ പുറത്തുള്ള ക്രൗ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൗവിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്രൗ എന്താണ്, അത് റെസ്റ്റിലാണെന്ന് പറയാം. ഇനി ഈ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്, ഒരു പാടത്ത് നിൽക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി എന്താണ്, ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്താണ്, റെസ്റ്റ് തന്നെയാണ്. ആ കുട്ടി മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ വിത്ത് റെസ്പെക്ട് സൺ ഓർ മൂൺ, വിത്ത് റെസ്പെക്ട് സൺ ഓർ മൂൺ ആണെങ്കിൽ എന്താ ബോയ് അത് മൂവ്മെൻറ്റ്സിലായാലും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. സോ ഇവിടെ ഓരോ നമ്മൾ എന്തിനെ ബേസ് റെസ്പെക്ട് ചെയ്തിട്ടാണോ പറയുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, മോഷൻ എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് കേസിൽ ബസ്സിന് ഇൻസൈഡ് ബസ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞ സമയത്ത് ബി റെസ്റ്റിലായിരുന്നു. പക്ഷേ റോഡിനെ ബേസ് ചെയ്ത് പറഞ്ഞ സമയത്ത്, റെസ്പെക്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് ബി എന്താണ്, ഇമോഷനിലാണ്. അത് നമ്മൾ ഏത് ബോഡീനെയാണോ റെസ്പെക്ട് ചെയ്ത് പറയുന്നത് അതിനനുസരിച്ച് മോഷൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറുന്നുണ്ട്. സോ ഇത്തരം നമ്മൾ ഈ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ബോഡീനെ പറയുന്നത് റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. റഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനും ഡിസ്ക്രിപ്ഷനും പറയുന്നത് ഈ ഏത് ബോഡീനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണോ ആ ബോഡീനെയാണ് റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. റഫറൻസ് ബോഡി ഈസ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ്. നിങ്ങൾ ടേബിൾ 6.1 ഇപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അതായത് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ പാസഞ്ചേഴ്സ് മൂവിങ് ഓൺ ബസ് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അതെന്താ നിങ്ങൾ ടിക്ക് ചെയ്യുക, സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ എന്നുള്ളതൊന്ന് ബുക്സിൽ മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ റിലേറ്റീവ് മോഷനെ ഒന്നിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മറ്റൊന്നിനെ പറയുന്നതാണ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ ഏത് ബോഡീനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണോ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മോഷനും റെസ്റ്റും പറയുന്നതെങ്കിൽ ആ ബോഡീനെ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നോക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ബുക്കിലൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻ തന്നെയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഒരു the path through which a person travel to his office and return home are depicted. ഒരു പേഴ്സണ് അദ്ദേഹത്തിൻ്റെ വീടാണ്, ആ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവാണ്. ആ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആ പേഴ്സൺ രാവിലെ പോകുന്ന സമയത്ത് അദ്ദേഹം പോകുന്ന വഴി He took the road near the hospital to go to office. ഈ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെയുള്ളൊരു വഴിയിലൂടെ അദ്ദേഹം പോകുന്നത്. അവിടേക്കുള്ള സെപ്പറേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ആണ് 600 മീറ്റർ ആൻഡ് ഹോസ്പിറ്റലും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 600 മീറ്ററും ഹോസ്പിറ്റലും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 300 മീറ്ററുമാണ് വരുന്നത്. ഇനി അദ്ദേഹം റിട്ടേൺ വരുന്നത് ബട്ട് ഹി കെയിം ബാക്ക് ത്രൂ ദ റോഡ് അലോങ് ദ റേഷൻ ഡിപ്പോട്ടിലൂടെയാണ് അദ്ദേഹം ഒരു ഷോപ്പിൻ്റെ അടുത്തിലൂടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ഷോപ്പിൻ്റെ അടുത്തൂടെയാണ് തിരിച്ചു വരുന്നത്. സോ ഈ ഒരു പേഴ്സണ് ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതേ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ സാധിക്കും. ആ ഒരു ദൂരം, ആ സ്ട്രൈറ്റ് ആയുള്ള ഡിസ്റ്റൻസ് ആണ് 480 മീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ ഫസ്റ്റ് പറയുന്നത് അതേ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ നിയറസ്റ്റ് ആയിട്ടൊരു വഴി കൂടിയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ആ സെയിം പാത്തിലൂടെ അല്ല, മറ്റൊരു പാത്തിലൂടെ ഒരു ഷോപ്പിൻ്റെ അടുത്തൂടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇവിടെ അദ്ദേഹം ട്രാവൽ ചെയ്ത പാത്തിനെയാണ് ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ഇത് ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽ. അദ്ദേഹം ട്രാവൽ ചെയ്ത ആ ഒരു പാത്തിൻ്റെ ലെങ്ത്തിനെയാണ്
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം മോർണിംഗിൽ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ എത്ര ഡിസ്റ്റൻസ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? 600 + 300 900 മീറ്റർ ആയിരിക്കും അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മോർണിംഗിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് 660 മീറ്ററാണ് 660 മീറ്ററും 420 മീറ്ററുമാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ളത്. (1080 മീറ്റർ ആയിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുക തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ടോട്ടലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 മീറ്റർ ആണ് വരുന്നത്. സോ എന്താ ഇവിടെ അദ്ദേഹം ടോട്ടലി ട്രാവൽ ചെയ്ത ആ പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോട്ടലി എത്ര ദൂരം ട്രാവൽ ചെയ്യുക. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്നും ഓഫീസിലേക്കും തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ അദ്ദേഹം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും ആ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ടോട്ടലി ട്രാവൽ ചെയ്ത ആ ഒരു ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസ് എ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽ. ടോട്ടലി ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ അദ്ദേഹം ട്രാവൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 900 മീറ്ററും തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1080 മീറ്ററാണ് വരുന്നത്. സോ ഇനി ഡിസ്റ്റൻസ് പറഞ്ഞാൽ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ടോട്ടലി ട്രാവൽ ചെയ്ത ആ പാത്തിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും മാഗ്നിറ്റ്യൂഡും അതുപോലെ അതിൻ്റെ ഡയറക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ. ഇപ്പോൾ 480 മീറ്റർ ആണ് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ പാത്ത് പറയുന്നത്. ഇതാണ് ഈ 480 ആണ് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ്. 480 മീറ്ററിൻ ഇപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ പറയുന്ന സമയത്ത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് പറയുന്നത്. ഇദ്ദേഹം 480 മീറ്റർ ടു ഈസ്റ്റ് എന്നായിരിക്കും ഇത് പറയുന്നത്. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡും ഈസ്റ്റാണ് ഡയറക്ഷൻ പറയുന്നത്. സോ മാഗ്നിറ്റ്യൂഡും അതുപോലെ അതിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യും ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ് ക്വാണ്ടിറ്റിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനെയാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ആ ഇനീഷ്യൽ പൊസിഷനും ട്രാവലിംഗ് അപ്പം അദ്ദേഹം ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വീടാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. സോ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്തിന് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും വേണം, അതുപോലെ അതിന് ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇനി ഇതിൽ ഒരു പേജ് നമ്പർ 78 ഒരു പാരഗ്രാഫ് ഉണ്ടെന്ന് നോക്കാം. While stating the displacement, it is necessary to indicate the direction along with the magnitude of the distance traveled. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും എന്ത് ചെയ്യണം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതാണ്. Such physical quantities having both magnitude and direction are referred as vector quantities. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സ്കേലാർ ക്വാണ്ടിറ്റീസും അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റീസും. സ്കേലാറും അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റീസും. സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഓൺലി ഹാവ് മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. എന്തിനോ ഡയറക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും
ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഉണ്ടായിരിക്കും. വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് മാഗ്നിറ്റ്യൂഡ് വരുന്ന മാത്രം നമുക്ക് മാസ് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് നമ്മൾ പറയുമ്പോൾ 10 kg അല്ലെങ്കിൽ 20 kg എന്നൊക്കെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഡയറക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അത് ഫോഴ്സ് 10 ന്യൂട്ടനാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ പറയുന്നുണ്ട്. ഒന്നുകിൽ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ എന്നാണ് പറയാം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്നും മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പേജ് നമ്പർ 78 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 6.3 ടേബിൾ 6.3. അതിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ എല്ലാം ഈ ഒരു ബേസിക്സിൽ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് അവിടെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൽ അത് എ പറഞ്ഞ ട്രാവലറിൻ്റെ ചേഞ്ച് പൊസിഷൻ ഓഫ് ദി ട്രാവലർ ABC 3 ABC ഏതാ പൊസിഷൻസ്, ആ ട്രാവലറുടെ പൊസിഷൻ ചേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഡിസ്റ്റൻസ് പറയാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, വൈൽ എ എന്ന് പറഞ്ഞാൽ ആദ്യം എ ബിയിലെത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. വൈൽ റീച്ചിങ് ബി, എ ബിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വൈൽ റീച്ചിങ് ബി, എ ബിയിലേക്ക് എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 60 മീറ്റർ ആണ് എ ബിയിലേക്ക് എത്താൻ വേണ്ടി ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരം എന്ന് പറഞ്ഞാൽ അത് 60 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 60 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വൈൽ റീച്ചിങ് സി, സിയിലേക്ക് എത്താൻ എ ട്രാവൽ ചെയ്ത ലെങ്ത് എത്ര ലെങ്താ? എ ബിയിലെത്തി സിയിലേക്ക് എത്താൻ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60. എന്ന് ബിയിലേക്ക് എത്താൻ 60 മീറ്റർ ഉണ്ട്, ബിന്ന് സിയിലേക്ക് എത്താൻ 60 മീറ്റർ. അപ്പോൾ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 120 മീറ്റർ ആണ് എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വൈൽ റീച്ചിങ് ഡി, എ ഡിയിലേക്ക് എത്താൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സിയിലേക്ക് എത്താൻ 120 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഡിയിലേക്ക് എത്താൻ 120 + 30 150 ആണ്. 150 മീറ്റർ എന്ത് എ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദെൻ വൈൽ റിട്ടേണിങ് ടു എയിലേക്ക് തിരികെ എത്താൻ, സോ എത്ര ഇവിടെ എ ബിയിലെത്താൻ 60 മീറ്റർ, സിയിലെത്താൻ 120 മീറ്റർ ട്രാവൽ ചെയ്തു. സിന്ന് ഡിയിലെത്താൻ 150 മീറ്ററാണ് ടോട്ടൽ എ ട്രാവൽ ചെയ്തത്. ദെൻ ഈ ഡിയിൽ നിന്നും എ തിരിച്ച് ആദ്യത്തെ പൊസിഷനിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? 250 മീറ്റർ ആണ് എ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. വൈൽ റീച്ചിങ് ബി, എ ബിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിൽ ഏറ്റവും സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എയും സിയും തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ ആണ്. സോ എ സിയിലേക്ക് എത്തുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 80 മീറ്റർ ആണ് വരുന്നത്. സോ ബിയിലേക്ക് എത്തുന്ന സമയം, ഫസ്റ്റ് കേസ് ബി ആണ്, ബിയിലേക്ക് എത്തുന്ന സമയത്തുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 60 മീറ്റർ തന്നെ വരുന്നത്. സിയിലേക്ക് എത്തുന്ന സമയത്ത് ഡിസ്റ്റൻസ് വന്നത് 120 മീറ്റർ ആയിരുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എയും സിയും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് 80 മീറ്റർ ആണ് വരുന്നത്. ദെൻ വൈൽ റീച്ചിങ് ഡി, ഡിയിലേക്ക് എത്തുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരുന്നത്? എയും ഡിയും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് അത് എത്രയാണ്? 100 ആണ്. 100 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വൈൽ റിട്ടേണിങ് ടു എയിലേക്ക് എത്തുന്ന സമയത്തുള്ളതാണ് നോക്കേണ്ടത്. എയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒരേ പോയിൻ്റാണ് വരുന്നത്. അത്തരം കേസിൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒരേ പോയിൻ്റ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 250 മീറ്റർ ഉണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ്
എ ഇവിടെ എല്ലാം ട്രാവൽ ചെയ്ത് തിരിച്ച് എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് തന്നെ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ എയിലെത്തുന്ന ഇവിടെ എല്ലാം ട്രാവൽ ചെയ്ത് തിരിച്ച് ഈ പോയിന്റിന് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ആര് തന്നെയാണ്? എ തന്നെയാണ്. സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും വരുന്നത്. ഇനി ഇതിൽ പേജ് നമ്പർ 79 രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ 6.5ഉം എയും 6.5 ബിയും. അതിൽ എ ബി സി 60 മീറ്റർ 40 മീറ്റർ ആൻഡ് 80 മീറ്റർ ഫസ്റ്റ് കേസാണ്. സെക്കൻഡിൽ എ ബി സി 60 മീറ്റർ ആൻഡ് 40 മീറ്റർ. ഇതിൽ രണ്ട് ഫിഗേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ടു ഫിഗേഴ്സ് ഷോയിങ് ദ ജേർണി ഓഫ് എ പേഴ്സൺ ഫ്രം എ ടു സി ത്രൂ ബി. നമ്മളിവിടെ എ നിന്നും പേഴ്സണ് സിയിലേക്ക് ട്രാവൽ ചെയ്യാണ് ത്രൂ ബിയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. രണ്ട് കേസിലും പേഴ്സണ് എ നിന്നും സിയിലേക്ക് ട്രാവൽ ചെയ്യാണ് ത്രൂ ബിയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ വാട്ട് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ദ ഫിഗർ 6.8 ഈ ഫസ്റ്റ് ഫിഗറിനെ ബേസ് ചെയ്തത് എ നിന്നും സിയിലേക്ക് എത്താൻ അദ്ദേഹം ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് എ നിന്നും സിയിലേക്ക് എത്താൻ ഒരു പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? ഫസ്റ്റ് കേസിൽ എ നിന്നും ബിയിലേക്ക് എത്താൻ 60 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബി നിന്നും സിയിലേക്ക് എത്താൻ 40 മീറ്ററും ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 + 40 ആണ്. അത് 100 മീറ്റർ ആണ് ടോട്ടൽ എ നിന്നും സിയിലേക്ക് എത്താൻ ആ പേഴ്സൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 80 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫിഗറിനെ ബേസ് ചെയ്തിട്ട് വാട്ട് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ത്രൂ അക്കോർഡിംഗ് ടു ദി ഫിഗർ ബി. ഈ ഫിഗർ ബീനെ ബേസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് അത് എത്ര തന്നെയാണ്? 60 to 40 100 തന്നെയാണ് അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അത് സെയിം തന്നെയാണ്. 100 മീറ്റർ തന്നെയാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ when a body traveling along a straight line in the same direction, the magnitude of distances and displacement will be equal. ഒരു ബോഡി സ്ട്രൈറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ഈ കേസിൽ എന്ന് സിയിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. സ്ട്രൈറ്റ് ലൈൻ പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റും 100 ആണ്, ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? 100 ആണ്. സ്ട്രൈറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ഇതിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും, ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഇതിൽ സ്കേലാർ ക്വാണ്ടിറ്റിക്കും വെക്ടർ ക്വാണ്ടിറ്റിക്കും അഡീഷണൽ ആയിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് കണ്ടെത്തി ആ ഒരു ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ന്യൂമറിക്കൽ വാല്യൂവിന് തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻസും ഉണ്ടാവും. സോ ഇന്നത്തെ ക്ലാസ് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്.